ഒരു മഴ പെയ്താൽ തലസ്ഥാന നഗരിയിൽ എന്ത് സംഭവിക്കും? ഇതാണ് സംഭവിക്കാനുള്ളത്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുകൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സാധാരണമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും നടപടികളെല്ലാം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് കോർപ്പറേഷൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും ഒരു മഴ പെയ്തിട്ടേ ഉള്ളൂ. അതായത് കാലവർഷമായിട്ടില്ല. അതിന് തൊട്ടു മുൻപ് ഇപ്പോഴുള്ള ചക്രവാത ചുഴിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംസ്ഥാനത്ത് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മഴ പെയ്തതേ ഉള്ളൂ. അതായത് കഴിഞ്ഞ കുറച്ചു മുൻപ് ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മാത്രമായിരുന്നു തിരുവനന്തപുരം നഗരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അതിശക്തമായിട്ടുള്ള മഴയാണ് ജില്ലയിൽ പെയ്തത്. ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വെള്ളക്കെട്ടാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഈ KSRTC ബസ് ഇവിടെ സൈഡിലാണ് വന്ന് നിൽക്കുക. ഇവിടെയാണ് യാത്രക്കാർ ഇവിടെ നിന്ന് അവർക്ക് ഏത് സ്ഥലത്തേക്കാണോ പോകേണ്ടത് ആ ബസ്സിൽ അവർ കയറി പോകുന്നതാണ് പതിവ്. ഈ യാത്രക്കാർ നിൽക്കുന്ന ഒരു സ്ഥലത്തിന്റെ സാഹചര്യമാണ് ഈ കാണുന്നത്. ഇവിടെ അത്രയും വെള്ളമായിരുന്നു കുറച്ചു മുൻപ് വരെ. ഇപ്പോൾ ഇവിടെ ഈ ഒരു ബസ് കയറുന്ന ഈ ബേയുടെ തൊട്ട് സൈഡിലെല്ലാം തന്നെ വെള്ളമാണ്, മാലിന്യങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എപ്പോഴും പറയുന്നത് മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇനി മഴക്കാലമായി കഴിഞ്ഞാൽ പടരാവുന്ന രോഗങ്ങളെക്കുറിച്ചെല്ലാം തന്നെ അവിടെ നിലനിൽക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്നിട്ട് പോലും ഈ ഒരു നഗരത്തിനെ ശുചീകരിക്കാനാകുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഭയാനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ പഴവങ്ങാടി അമ്പലത്തിന്റെ തൊട്ട് മുൻപിലുണ്ടായിരുന്ന ഒരു വെള്ളക്കെട്ട് എന്ന് പറയുന്നത് അത് വളരെ വലുതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ചെറുകിട വ്യവസായക്കാർ, അവിടെ ചെറിയ വ്യവസായം ചെയ്യുന്നവരെല്ലാം ചേർന്നിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഓടയിലെ മാലിന്യങ്ങളെല്ലാം നീക്കി അവിടെ വെള്ളം ആ ഡ്രെയിനേജിലൂടെ കടത്തിവിട്ടത് എന്നുള്ളതാണ് ആ ചെറുകിട വ്യവസായികൾ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ മഴ പെയ്ത് ആ മഴയ്ക്ക് വലിയൊരു ശമനം തന്നെ വന്നിട്ടുണ്ട് ജില്ലയിൽ. എന്നിരുന്നാൽ പോലും ഇവിടെ ഈ ബസ് ബേക്ക് അടുത്തുള്ള ഈ വെള്ളക്കെട്ടൊന്നും തന്നെ പോയിട്ടില്ല, വെള്ളം ഒന്നും തന്നെ താഴ്ന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. ഇതിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളിലേക്കാണ്. കാലവർഷം എത്തിയിട്ടില്ല സംസ്ഥാനത്ത്, എന്നിട്ട് പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എന്തായിരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ക്യാമറ പേഴ്സൺ S സനോഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1.